ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തി. 3 മാസത്തെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. ശരീരമാസകലം മർദ്ദിച്ചതിന്റെ പാടുകൾ. അമ്മയുടെ പേരിലുള്ള 1.5 ഏക്കർ ഭൂമി സ്വന്തമാക്കാനായിരുന്നു കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. മകൻ ബിനുവിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എപ്പോഴാണ് ഈ സംഭവം? എന്താണ് പോലീസ് നൽകുന്ന വിവരം? 30-ാം തീയതിയായിരുന്നു അനിതയെ വീട്ടിൽ കുഴഞ്ഞു വീണ നിലയിൽ കാണുകയും പിന്നീട് ആലുവ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിൽ സംശയം തോന്നിയ പോലീസ് ഇത് തുടർന്ന് മകനെയും മരുമകളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മകനാണ് അമ്മയെ മർദ്ദിച്ച് കൊന്നതെന്ന് മനസ്സിലായത്. 3 ആൺമക്കളുള്ള അനിതയെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചതാണ്. തുടർന്ന് ഇടുക്കിയിലെ ഒരു മേഴ്സി ഹോമിലായിരുന്നു 22 വർഷമായി ഈ അനിത താമസിച്ചു പോന്നിരുന്നത്. ഇവർക്ക് സ്വത്തുക്കളുണ്ട്. ഈ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ഈ അമ്മ താമസിക്കുന്നിടത്തെ ആളുകൾ ശ്രമിക്കുന്നു എന്ന് കള്ള പരാതി നൽകി മകൻ അവിടെ നിന്നും അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വെച്ചാണ് 3 മാസം മുൻപാണ് വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് മകൻ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഈ മർദ്ദനത്തെ തുടർന്നാണ് ഈ അമ്മ അനിത മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിലും അത് തന്നെയാണ് പോലീസിന് മനസ്സിലായത്. എന്തായാലും ശരീരത്തിലെ മുറിവുകൾ ആഴത്തിലുള്ളതാണ്. ക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് അനിത കേൾക്കേണ്ടി വന്നത് എന്നുകൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്ന് മകൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയാണെന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് കൂടി മകൻ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മരുമകൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം നെടുമ്പാശ്ശേരിയിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ മകൻ കൊലപ്പെടുത്തിയത്. 3 മാസത്തെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. ശരീരമാസകലം മർദ്ദിച്ചതിൻ്റെ പാടുകളുണ്ട്. അമ്മയുടെ പേരിലുള്ള ഭൂമി സ്വന്തമാക്കാനായിരുന്നു കൊലപാതകമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഏകദേശം 20 വർഷത്തിലധികമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന അമ്മയെ വീട്ടിലേക്ക് എത്തിച്ചായിരുന്നു മർദ്ദനം. മകൻ്റെ ഭാര്യയുടെ പങ്കിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്.